ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് തൃശ്ശൂരിലെ സിപ്പ് ബൈ സ്പ്രീ ഹോട്ടൽസ് മംഗള ടവേഴ്സിൽ. ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഇനി ജനറൽ പബ്ലിക്കിന് ആയിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമായിരുന്നു ഈ ബുഫേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ജനറൽ പബ്ലിക്കിന് ഇവിടെ വന്നിട്ട് ഇവരുടെ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആസ്വദിക്കാവുന്നതാണ്. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സെർവ് ചെയ്യുന്നത് ഇവരുടെ 3rd ഫ്ലോറിലുള്ള ട്രീറ്റ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ഫൈൻ ഡൈൻ ആംബിയൻസ് ഉള്ള ഈ ഒരു റെസ്റ്റോറന്റിലാണ്. നല്ല ഹ്യൂജ് സ്പേഷ്യസ് റെസ്റ്റോറന്റ് ആണ്. വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് വരുന്നത് 7:30 AM to 10:30 AM വരെയാണ്. ഈ കാണുന്നതാണ് ഇവരുടെ ബുഫേ സ്പ്രെഡ്. വളരെ നോർമൽ ആൻഡ് ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് കോമൺ പബ്ലിക്കിന് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള എല്ലാ കാറ്റഗറീസും ഇവർ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ 2 തരം ചട്നീസ് ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ബോയിൽഡ് എഗ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് പൂരി ബാജി ഉണ്ട്. എവിടെ ചെന്നാലും ഇത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ കേരളീയരുടെ ഫേവറേറ്റ് പുട്ടും കടലയും ഉണ്ട്. വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുവരെയും എവിടെയും കാണാത്ത അവിലുണ്ട്, അതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. അപ്പൊ ഈ അവില് സാധാരണ വീടുകളിലൊക്കെയാണ് കാണാറ്. പിന്നെ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ അതിലേക്ക് ഉപയോഗിക്കുന്ന ജാമും ബട്ടറും ഉണ്ട്. പിന്നെ ഇത് ടോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടോസ്റ്ററും ഉണ്ട്. പിന്നെ ഹോട്ട് ബേവറേജസ് ആയിട്ട് ടീയും ഉണ്ട്, കോഫിയും ഉണ്ട്. പിന്നെ ഇവർ ലൈവായിട്ട് പലതരം ദോസാസ് ചെയ്യുന്നുണ്ട്, അതേപോലെ പലതരം ഊത്തപ്പം ചെയ്യുന്നുണ്ട്, പിന്നെ പലതരം എഗ്സും ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ സെലക്റ്റീവായ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ പൈനാപ്പിളും മസ്ക് മെലനും ആണ് കാണുന്നത്. പിന്നെ വളരെ സെലക്റ്റീവായ ഗ്രീൻ സാലഡ് ഉണ്ട്. അതിന്റെ സ്ട്രിപ്സ് ആണ് ഈ കാണുന്നത്. പിന്നെ ഹെൽത്തി സെറിയൽസ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ല മ്യൂസ്ലിയും കോൺഫ്ലേക്സും ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കോൾഡ് മിൽക്കും ഉണ്ട്, ഹോട്ട് മിൽക്കും ഉണ്ട്. പിന്നെ കിഡ്സിനൊക്കെ ഇഷ്ടമുള്ള രീതിയിലുള്ള ചോക്കോ ഫ്ലേക്സും ഉണ്ട്. ആൻഡ് ഫൈനലി ഒരു ഫ്രഷ് ജ്യൂസും ഉണ്ട്. അപ്പൊ ഇന്ന് സെർവ് ചെയ്തിട്ടുള്ളത് വാട്ടർമെലൺ ജ്യൂസ് ആണ്. അപ്പൊ ഒരുവിധ എല്ലാ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും കവർ ചെയ്തിട്ടുള്ള ഒരു സ്പ്രെഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു തുടങ്ങാം. ആദ്യം തന്നെ എന്റെ ഫേവറേറ്റ് പൂരി ബാജിയിൽ നിന്നും തുടങ്ങാം. നല്ലൊരു ബാജി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതേപോലെ പൂരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ക്രാക്ലിംഗ് നോയ്സ് കേൾക്കാമായിരുന്നു. അപ്പൊ നമുക്ക് ആ നല്ല ക്രിസ്പി പൂരി ഈ ബാജി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് പൂരിയാണ്. ചെറുതായിട്ട് ഓയിലി ആണെങ്കിലും നല്ല ടേസ്റ്റി പൂരി ബാജി ആയിരുന്നു. നമുക്ക് ഈ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ സൂത്തിങ് ആൻഡ് റിഫ്രഷിംഗ് ജ്യൂസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇവരുടെ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിലേക്ക് 2 തരം ചട്നി വരുന്നുണ്ട്. അതായത് ഒരു കോക്കനട്ട് ചട്നിയും വരുന്നുണ്ട്, പിന്നെ ഒരു തക്കാളി ചട്നിയും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നല്ല സാമ്പാറും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് 3ഉം എടുത്ത് ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആയിരുന്നു. നല്ല കിഡിലൻ ഇഡ്ഡലിയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ തക്കാളി ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, കൊള്ളാം. ഒരു സ്പൈസി ചട്നിയാണ്, നല്ല കോമ്പിനേഷൻ. ഇനി നമുക്ക് ഇവരുടെ നോർമൽ കോക്കനട്ട് ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, പെർഫെക്റ്റ് കോക്കനട്ട് ചട്നിയാണ്. ഇനി നമുക്ക് സാമ്പാർ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, സാമ്പാറും നന്നായിട്ടുണ്ട്. അപ്പൊ 3ഉം നല്ല കിഡിലൻ കോമ്പിനേഷൻ ആണ്. ഇനി നമുക്ക് ഇവരുടെ മ്യൂസ്ലി ഒന്ന് പാലിൽ ഇട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വെരി ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഇവരുടെ അവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല സ്വീറ്റ് അവിലാണ്. അങ്ങനെ അടുത്ത് നമുക്ക് ഇവരുടെ ബ്രെഡ് ഒന്ന് നോക്കാം. അതായത് ടോസ്റ്റ് ചെയ്ത ബ്രെഡിന്റെ മുകളിൽ ജാമും ബട്ടറും തേച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു ക്രിസ്പി ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ ലൈവായിട്ട് ഓർഡർ ചെയ്തതിൽ ആദ്യമായിട്ട് എത്തിയത് ഈ ഒരു ഓംലെറ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. നല്ലൊരു മസാല ഓംലെറ്റ് പോലെ ഫീൽ ചെയ്തു. അതിനുശേഷം സ്ക്രാമ്പിൾഡ് എഗ്സും ഓർഡർ ചെയ്തു. നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് സ്ക്രാമ്പിൾഡ് എഗ്സ് ആയിരുന്നു. പിന്നെ ഓർഡർ ചെയ്തതാണ് ഈ ഊത്തപ്പം. നല്ല കളർഫുൾ ഊത്തപ്പം, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ആ തക്കാളി ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല കിഡിലൻ ഊത്തപ്പം. ഇനി നമുക്ക് ആ കോക്കനട്ട് ചട്നിയിലും കൂടി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം. കൊള്ളാം. പിന്നെ ഞങ്ങൾ എഗ്സിൽ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ബുൾസൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടം ആ മഞ്ഞൊക്കെ പൊട്ടിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് മുട്ട അങ്ങനെ എടുത്ത് കഴിക്കാനാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
യമ്മി എഗ് ലവേഴ്സിന് എന്തായാലും ഒരു ഫെസ്റ്റിവൽ തന്നെയായിരിക്കും. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുട്ട് കഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ്, കടലക്കറിയും സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് ഇവരുടെ ഫ്രൂട്ട് കട്ട്സ് ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്, അതും മസ്ക് മെലൻ നല്ല സ്വീറ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് അടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ക്രിസ്പി ആയിരുന്നു. അതേപോലെ ഇവരുടെ ഗ്രീൻ സാലഡും സൂപ്പർ ആയിരുന്നു. പിന്നെ ഒരു കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കോഫി ഷുഗർ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇടാവുന്നതാണ്. നമുക്കിനി ആ കോഫി ഒന്ന് സിപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫെക്റ്റ് കോഫി, അതേപോലെ തന്നെ ടീയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡീസന്റ് സ്പ്രെഡ് ഉള്ള അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്ക് വരുന്ന റേറ്റ് ആണ് 199 റുപ്പീസ്. ശരിക്കും ഒരു 4-സ്റ്റാർ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ കിട്ടുന്ന ബുഫേ എന്ന നിലയ്ക്ക് ശരിക്കും വർത്ത് ദ റേറ്റ് ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ഒന്ന് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലിഫ്റ്റ് സർവീസ് ഉള്ളത് കൊണ്ട് എല്ലാ പ്രായക്കാർക്കും ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. അതേപോലെ ഇനഫ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് എന്തും എത്രയും കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.